അഡ്വക്കേറ്റ് സരിൻ ശശി പയ്യന്നൂർ നഗരസഭ ചെയർമാനായി ചുമതലയേറ്റു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പയ്യന്നൂർ നഗരസഭയുടെ പുതിയ ചെയർമാനായി അഡ്വക്കേറ്റ് സരിൻ ശശിയെ തെരഞ്ഞെടുത്തു. നഗരസഭാ ഹാളിൽ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ 35 വോട്ട് നേടി 45-ാം വാർഡിലെ സരിൻ ശശി ഒന്നാമതെത്തുകയായിരുന്നു. UDF സ്ഥാനാർത്ഥിയായ 20-ാം വാർഡിലെ AK ശ്രീജ 9 വോട്ടാണ് നേടിയത്. വാർഡ് 36-ൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ച കാരയിലെ വൈശാഖ് ആർക്കും വോട്ട് ചെയ്തില്ല. അഡ്വക്കേറ്റ് സരിൻ ശശി സത്യവാചകം ചൊല്ലി ചെയർമാനായി സ്ഥാനമേറ്റു. പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സരിൻ ശശി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുന്നു. ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രവൃത്തി ചെയ്യുന്നു. പുതിയ ഉത്തരവാദിത്വം ഏറെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവെന്നും കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്ന് നഗരസഭയുടെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പുതിയ കൗൺസിലർമാരോടും മാധ്യമ പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചു. നമ്മുടെ ഉത്തര കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പയ്യന്നൂരിന്റെ നഗരസഭാ കൗൺസിലിലെ പുതിയ അംഗങ്ങളായിട്ടുള്ള മെമ്പർമാരാണ് നമ്മളെല്ലാവരും. പയ്യന്നൂര് വലിയ വികസന സാധ്യതകളുള്ള നല്ലതുപോലെ എല്ലാ രംഗത്തും ഇടപെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. തീർച്ചയായിട്ടും ഇനി അടുത്ത 5 വർഷം നമുക്ക് ഈ പയ്യന്നൂരിൻ്റെ വികസന സാധ്യതകളെ മുൻനിർത്തി പ്രവർത്തിക്കാൻ സാധിക്കണമെന്നതാണ് ചെയർമാൻ എന്നതിൽ ഏറ്റവും ആദ്യമായി പറയാനുള്ളത്. കൗൺസിൽ രൂപീകരിച്ചാൽ നമുക്കറിയാം, പിന്നീട് അവിടെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ല. നമ്മളെല്ലാം ഒരുപോലെയാണ് പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലോട് പ്രവർത്തിക്കേണ്ടത്. നിശ്ചയമായും ആ നിലയിൽ എല്ലാ വാർഡിനെയും പരിഗണിച്ചുകൊണ്ട് എല്ലാ പ്രദേശത്തെയും പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു സമഗ്രമായ വികസനം ഈ നാട്ടിൽ നടത്താൻ സാധിക്കേണ്ടതുണ്ട്. പയ്യന്നൂർ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള നിലവിൽ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുള്ളവരുടെ പട്ടിക പൂർത്തിയാക്കാനുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്കൊരു മികച്ച മാതൃക തീർക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. ഇവിടെ പത്രപ്രവർത്തകർ നേരത്തെ തന്നെ സന്നിഹിതരായിട്ടുണ്ട്. പയ്യന്നൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പയ്യന്നൂരിലെ പത്രപ്രവർത്തകർ. ഇനിയും ആ സപ്പോർട്ടാണ് ഈ കൗൺസിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുത്തേണ്ട കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി തിരുത്തിക്കാനും കൂടെ നിൽക്കേണ്ടതിൻ്റെ കൂടെ നിൽക്കാനും പയ്യന്നൂരിലെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ തയ്യാറാവും എന്ന് തന്നെയാണ് വിശ്വാസം. അതോടൊപ്പം പയ്യന്നൂർ നഗരസഭയിലെ ജീവനക്കാർ, ഇതിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ജീവനക്കാർ കൂടെയുണ്ട്. അവരെല്ലാം നല്ലതുപോലെ മുനിസിപ്പൽ വികസനത്തിന് വേണ്ടി ഇടപെടുന്ന ആളുകൾ തന്നെയാണ്. ഒരു ടീം വർക്കോട് കൂടി നമുക്ക് അടുത്ത 5 വർഷത്തെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. അതിന് എല്ലാ കൗൺസിൽ അംഗങ്ങളുടെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട്, പത്രമാധ്യമ സുഹൃത്തുക്കളുണ്ട്, മറ്റ് ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മുഴുവൻ പേരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷാംഗങ്ങളും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. TI മൻസൂരൻ MLAയും പാർട്ടി പ്രവർത്തകരും പുതിയ ചെയർമാനെ അനുമോദിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 23-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി P ശ്യാമളയെ വൈസ് ചെയർമാനായും തെരഞ്ഞെടുത്തു. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും.
ഇപ്പൊ ജനതാപാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.